പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും ന്യൂസ് ടീം നിങ്ങളിലെത്തുകയാണ്. ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് കുടിയേറ്റ കർഷകൻ ഇളയിടത്ത് മഠത്തിൽ പോളാറാണ്. അദ്ദേഹത്തിൻ്റെ കുറേ കാര്യങ്ങൾ, അതായത് ഒരു കാലഘട്ടത്തിൽ കാടിനോടും കാട്ടുമൃഗങ്ങളോടും മല്ലടിച്ച് കൃഷി ചെയ്ത് വളർന്നു വന്ന കുടുംബത്തിൻ്റെ ഒരു അംഗമാണ് പോളാർ. അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തെക്കുറിച്ചും ഇന്നത്തെ കാലഘട്ടത്തെക്കുറിച്ചും ആ കാലഘട്ടത്തിലെ അനുഭവങ്ങളെക്കുറിച്ചും നമുക്കൊന്ന് പങ്കുവെക്കാം. പോളാർ എത്ര വയസ്സായി? എനിക്ക് 85 കഴിഞ്ഞു. 85. ഏത് വർഷത്തിലാണ് അവിടെ എത്തിയത്? 50. ഇപ്പം നാട്ടിലെവിടെയായിരുന്നു? നാട്ടില് ഞങ്ങൾ അതിരപ്പള്ളി ഇടവകയായിരുന്നു. ഞങ്ങളുടെ താമസിച്ചിട്ടിരുന്നത് മുണ്ടപ്പാടം എന്ന് പറയും. അത് ഞങ്ങൾ പോകുന്നതിന് ശേഷമാണ് അത് നീലപ്പാടം വരുന്നതും കാഴ്ച ഹോസ്പിറ്റൽ വരുന്നത്. ആ കാഴ്ച ഹോസ്പിറ്റലിൽ ഇരിക്കുന്നതിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം മുണ്ടപ്പാടം എന്ന് പറഞ്ഞാൽ 3 മുമ്പ് കൃഷി ചെയ്ത പാടമായിരുന്നു. ഇപ്പോൾ പാടമൊന്നുമില്ല, മുഴുവൻ കരയാണ്. അപ്പോൾ അതിന് നടുക്കൂടിയായിട്ട് നീലപ്പാടം വരും. അപ്പോൾ ഇവിടെ വരുമ്പോൾ നിങ്ങളുടെ ഒരു കുടുംബം മാത്രമേ ഇവിടെ വന്നിട്ടല്ല, 16 കുടുംബമാണ് ഞങ്ങൾ ആദ്യത്തെ വർഷം ഇവിടെ കുടിയേറുന്നത്. 16 കുടുംബത്തിൽ ഞങ്ങൾ ഈ അതിരമ്പഴക്കാർ 16 ഭാഗത്തുള്ള 8 വീട്ടുകാരും മേനച്ചിക്കാർ 8 വീട്ടുകാരും ഉണ്ടായിരുന്നു. ഇവിടെ വന്ന് കുറേ എത്ര സ്ഥലം എടുത്തു? അത് ഞങ്ങൾ അന്ന് എന്ന് പറഞ്ഞാൽ അവിടെ ഏക്കർ ഈ മറുപാട്ടമാണ് ഭൂമി, എണ്ണയില്ല. മറുപാട്ടം എന്ന് പറയുമ്പോഴത്തേക്കും ഏക്കറിന് 50 രൂപയാണ് ആവശ്യം. അപ്പോൾ ഞങ്ങൾ 8 വീട്ടുകാരെ കൂടെ പോയി ഒരു ബ്ലോക്ക് സ്ഥലത്ത് 75 ഏക്കറിന് പൈസ കൊടുത്തു. അത് കോട്ടയം കുഞ്ഞിനാഥൻ നമ്പ്യാരായിരുന്നു സ്ഥലം. മറ്റേ മേനച്ചിക്കാർ വന്നവർ കോട്ടയം ഈ കുഞ്ഞിനാഥൻ നമ്പ്യാരുടെ മരുമാന ബാലകൃഷ്ണൻ നമ്പ്യാരുടെ ഒക്കെ സ്ഥലമായി. പാലാവിന് കുറച്ചപ്പുറത്തോട്ട് മാറി കുടപ്പള്ളി എന്ന് പറയും. കുടപ്പള്ളിയിൽ അവർ താമസമുണ്ട്. അപ്പോൾ അവർക്ക് ഞങ്ങൾ തങ്ങളിൽ അറിയുന്നത്, കുടിയേറ്റത്തിനെ ഞങ്ങൾ തങ്ങളിൽ അറിയുന്നത് 6 മാസം കഴിഞ്ഞാൽ അവരുടെ വന്നിട്ടുണ്ടെന്നും ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ടെന്നും അറിയുന്നത്. അന്ന് ഇവിടുത്തെ അവസ്ഥ എന്തായിരുന്നു? എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വരുന്നത് നീലേശ്വരത്ത് വന്നിറങ്ങി, നീലേശ്വരത്ത് ബോട്ടിൻ്റെ പെരുമോട്ട വന്നിറങ്ങി അവിടെ നിന്ന് കാൽനടയായിട്ട് വരികയായിരുന്നു. അതുപോലെ ഇവരൊക്കെ അന്ന് കൂപ്പിലേറിയേ ഉള്ളൂ. നിലയിറക്കുന്ന കൂപ്പിലേറി പോകുന്ന റോഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ പയ്യന്നൂർ വന്ന ട്രെയിൻ സ്റ്റേഷനിൽ ഇറങ്ങി കഴിഞ്ഞാൽ അവിടുന്ന് കൂപ്പിലിറങ്ങി നേരെ പുളിങ്ങോത്ത് വന്നിറങ്ങി പുളിങ്ങോത്ത് മുസ്ലിംപള്ളിയുടെ അതിൻ്റെ അങ്ങോട്ട് കൊടുക്കട്ടെ ഈ ഓടപ്പള്ളിയിൽ അവിടെ അവർ വരുമ്പോൾ അവിടെ താമസമാക്കി. അപ്പോൾ ഞങ്ങൾ ഈ പുളിങ്ങോത്ത് കാസർഗോഡിയാക്കി എന്ന് പറയുന്ന ഒരു മുസ്ലിം ചെറിയ കടയായിട്ട്. അപ്പോൾ നമ്മുടെ പണകൃഷിയൊക്കെ ഉള്ളതുകൊണ്ട് ഈ വൈകുന്നേരം സാധനം കൊണ്ടുവന്ന് ചെറിയൊരു ഓടത്തെ ചെറിയൊരു കെട്ടിടം റോഡിലായിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കച്ചവടമാണ്. അപ്പോൾ ഇവർ ഇവിടെ പറയാമായിരുന്നു. നമുക്ക് 13 വയസ്സല്ലേ ഉള്ളൂ. അപ്പോൾ ഇവർ കുറച്ച് പ്രായമായ യാത്ര ഉൾപ്പെടെ എല്ലാവരും ഈ ഓരോ പണിയൊക്കെ കഴിഞ്ഞ് ഇവിടെ ഭയങ്കര വനമാണ്. ഇവിടുന്ന് ഈ മഴവെള്ളം കൊണ്ട് കിടക്കുന്ന രീതിയിൽ ഒറ്റയ്ക്കൊന്നും ആരും കുടുംബത്തിന് പോയില്ല. അപ്പോൾ ഇവർ കൂട്ടം കൂടി വൈകുന്നേരം 4 മണിയാകുമ്പോൾ പുഴയിൽ പോയി കുളി കഴിഞ്ഞാൽ ഈ അയൽക്കാരുടെ കടയിൽ പോയി വീടിയൊക്കെ മേടിച്ച് തിരിച്ചു പോയി. അപ്പം അന്നിവിടെ വന്യമൃഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു, മൃഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാട്ടുമൃഗമുണ്ട്. കാട്ടുമൃഗം എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തേക്ക്, അതൊരു വലിയ ദൈവാനുഗ്രഹമാണ്. ഒരു വർഷത്തേക്ക് പന്നിശല്യം ഒന്നും ഉണ്ടായില്ല. കപ്പയൊക്കെ ഇട്ടാൽ പെട്ടുമായിരുന്നു. ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും തുടങ്ങി ഭയങ്കരമായിട്ട് കാട്ടുപന്നി കപ്പയൊക്കെ ഇട്ടാൽ ഒരു ചൂട് കപ്പ കിട്ടുന്നത്. പിന്നെ കാട്ടാനയുടെ കാര്യമൊന്നും അവിടെ അധികം ഉണ്ടായില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പരിചയപ്പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പുളിങ്ങോട്ട് കോട്ടയം കുഞ്ഞനാഥൻ്റെ അവർ ടിപ്പുവിൻ്റെ കാലത്ത് ഈ മുസ്ലിം പള്ളി ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഹിന്ദുക്കളെ മുസ്ലിമാക്കി
പിന്നെ അവിടെ പള്ളി പണിതാണ്. അപ്പോൾ അതിന് മുമ്പേ ഉള്ളതാണ് ഈ കോട്ടക്കുന്ന് എന്ന് പറയും. പിന്നെ കമ്പ്യൂട്ടർ കോട്ടയെന്ന് പറയുന്ന കോട്ടക്കുന്നെന്ന് പറയുന്ന ഈ സ്ഥലമാണ് ഈ പുളിമന്ന് തൊട്ടിപ്പുറത്ത് ആ ഒരു ചെറിയ കാര്യം പോലെയുള്ള സ്ഥലത്ത് അമ്പലമുണ്ട്, ഈ പിന്നെ ഗുജറാത്തിയായിട്ട്. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ അവിടെ അപ്പോൾ ഇത് മുസ്ലിമുകൾ അവിടെ ആയി കഴിഞ്ഞാൽ പിന്നെ ഹിന്ദുക്കളൊന്നും അവിടെ അധികമില്ല. പിന്നെ വടക്കോട്ടെ ഭാഗത്ത് അങ്ങോട്ടേ ഉള്ളൂ. അപ്പോൾ അവിടെ ഒരു പൊട്ടക്കണ്ണുണ്ടായിരുന്നു. ഇത് പൊട്ടക്കണ്ണിനകത്ത് ഇത് കാട്ടുപന്നിയാണ്. കാട്ടുപന്നിയാടിയപ്പോൾ ഈ ആയിക പറഞ്ഞു. അപ്പോൾ ഈ ഓടപ്പള്ളി വന്ന് താമസിക്കുന്ന ഈ അടച്ച കുഞ്ഞാട്ടെന്ന് പറയുന്ന അവിടെ തോപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വിളിച്ചിട്ടാണ് അവർ വെടിവെച്ച് കൊണ്ടുപോകും. ചേട്ടന്മാർ ഭംഗി ഇറക്കി തിരുന്നേരം അവിടെ വിളിച്ച് വെടിവെച്ച് കഴിയുമ്പോൾ ചേട്ടന്മാർ നിങ്ങളുടെ കൂട്ടത്തിൽ പെട്ട ഒരാഴ്ചയ്ക്ക് വീട്ടുകാർ ഇപ്പോഴും താമസമുണ്ട്. അവരെ കൊണ്ട് വീട് കഴിഞ്ഞാൽ 2 കൂട്ടം കൊടുക്കാറുണ്ട്. അങ്ങനെ അന്നാണ് ഞങ്ങൾ തങ്ങളുടെ ഈ അപ്പുറം ഉള്ളൊരു തിരിച്ചറിയുന്നത്. അത് കഴിഞ്ഞ് അത് അവിടെ ബ്ലോക്ക് മാറിപ്പോയി. പിന്നെ ഈ പെടുന്ന പിന്നെ ബാലസംഖ്യയുടെ ബ്ലോക്ക് അവർക്ക് പണിതിരുന്ന ബ്ലോക്ക് അല്ലായിരുന്നു ആകാൻ. അത് കഴിഞ്ഞിട്ട് അവർക്ക് ബ്ലോക്ക് 1 വർഷം അവർക്ക് നഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കുഞ്ഞനാഥിൻ്റെയോ പിന്നെ ഈ 1 വർഷത്തേക്ക് ഈ കപ്പലൊക്കെ 10-17 കഴിഞ്ഞുകൊണ്ടുള്ള പിന്നെ ഭയങ്കര വിളവുമായിരുന്നു. കടവല്ല ഭയങ്കര വെള്ളമായിരുന്നു. അപ്പോൾ ഈ പച്ചക്കറിന്ന് പറഞ്ഞ് പിന്നെ ഭാരം ഈ കുരുമുളകിനാണല്ലോ നിശ്ചയിച്ച ഈ പുറകോട്ട് ആധാരമാണ്. അപ്പോൾ ഇയാൾക്ക് പൈസയൊക്കെ മുൻകൂട്ടി കൊടുത്താൽ പോലും. അപ്പോൾ ഈ തോട്ടാഞ്ചാലിനൊരു കുറച്ച് 5-6 വീട്ടുകാർ താമസമുണ്ടായിരുന്നു. അവരുടെ ഞങ്ങളൊക്കെ 1 കൊല്ലം മുമ്പേ വന്നതാണ്. പക്ഷേ നന്നായിട്ടുള്ളവർ 2 കൊല്ലം മുമ്പേ വന്നതാണ്. അപ്പോൾ ഇവർ അതിലായി കരുമ്പ്രാന്ന് പറയുന്ന പിന്നെ നാടിൻ്റെ രാജനൊക്കെ അറിയുന്നതായതുകൊണ്ട് അയാൾ മുഖേന ഈ 50 രൂപ പ്രകാരമുള്ള പൈസ എഴുതിൻ്റെ കൊണ്ട് മുൻകൂർ പൈസ എല്ലാം കൊടുത്തു ആധാരം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഈ കുഞ്ഞാഥൻ്റെ ഈ കപ്പയുടെ വിളവ് കണ്ടിട്ട് അയാൾ പറഞ്ഞു പിന്നെ കപ്പയ്ക്കും 12 ഭാരം വെച്ചിരുന്നാലേ ആധാരം ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ കൂടുതലുണ്ടായിരുന്ന 10 സമാജമെന്ന് പറയുന്ന ഇവിടെ ഉണ്ടായിരുന്നു. എൻ്റെ യാചനം പുള്ളി ഒക്കെ ഒരു പ്രായമാണ്. അപ്പോൾ അവരുടെ അടുത്തേക്ക് കമ്പനി എന്ന വിജയത്തിലേക്ക് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതുപോലെ കപ്പയ്ക്കും പറഞ്ഞു സമാജാറിനെ വന്നിട്ട് ഞങ്ങളുടെ പുറത്താണ് പിന്നെ ഈ ഇവിടെ ഇല്ലാതെ വർത്തമാനം പറയുന്നത് കപ്പയ്ക്ക് പകരം വേണമെന്ന് പറഞ്ഞു. ഇയാൾക്ക് തെറ്റിദ്ധാരണയായിപ്പോയി. ഇയാളെ പുറത്തുനിന്ന് വിളിച്ചെന്ന് അയാൾക്ക് തോന്നിയത്. അയാൾ കൂടെ കേസ് പറയുന്നു. കോൺഗ്രസ് കയറിയിട്ട് ഇറങ്ങി പാടുന്നതാണെന്ന് പറഞ്ഞ് കൂടി പിന്നെ ഉപയോഗിക്കുന്നു. അന്ന് കാലങ്ങളെ കേസ് പറഞ്ഞ് കേസിൻ്റെ പുറകെ ഇവർ പോയി. അവിടെ രൂപയിലാവുന്ന പിന്നെ ബ്ലോക്ക് മാർക്കോട്ട് പോയി. പിന്നെ ഞങ്ങൾ അന്ന് ഈ പിന്നെ ജെറോമിസ് സ്വാജം എന്ന് പറഞ്ഞിട്ട് നിദേശത്തിരിക്കുന്ന അച്ഛനാണ് ഇറ്റാലിക്കാരി വന്ന പിന്നെ ദീപേജ് അഭിযোഗിച്ചത്. അച്ഛന് മാസത്തിൽ 1 പ്രാവശ്യം കൂടെ വരും. പുതിയ വീട് കൊണ്ട് പുതിയ വീട് വെക്കുന്നതിന് ഒരു മാസത്തിൽ 1 കുർബാനയുണ്ട്. അങ്ങനെ തന്നെ അച്ഛനെ പിന്നെ ഇവിടെ പെട്ടെന്ന് രോഗമുണ്ടായെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ കാര്യമാണ്. പോഷാഫീസ് പിന്നെ കറണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേഗം കഴിയും. അപ്പോൾ പിന്നെ അച്ഛനെ ഒരു പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് അത് വിളിച്ചുകൂടി പറഞ്ഞു നമുക്ക് സ്കൂൾ വേണ്ടേ, സ്കൂൾ വെക്കണം. അപ്പം സ്കൂളിൻ്റെ പൊതുസ്ഥാപനത്തിന് ഞങ്ങൾ സ്ഥലം കൊടുക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ മൊത്തമായിട്ട് ഐക്യത്തോടെ അപ്പം അവരുടെ ബ്ലോക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഹൈസ്കൂളിൽ ഇരിക്കുന്ന രാജ്യങ്ങളാണ് ഈ പറയുന്ന പിന്നെ ബ്ലോക്കിൻ്റെ പിന്നെ സർവകല വീഴ്ച വഴിയും പിന്നെ ഈ പിന്നെ ഭാരതത്തിൻ്റെ അടുത്ത് അതിന് തൊട്ടപ്പെടുത്ത ബ്ലോക്കാണ് ഞങ്ങളത്. അപ്പോൾ 2 കൂട്ടരും പറഞ്ഞ് 5 ഏക്കർ സ്ഥലം ഈ ബ്ലോക്ക് പിന്നെ തൊട്ടിയാൽ അപ്പുറത്ത് ഉള്ള ഒരു 5 ഏക്കർ ഇപ്പുറത്തുള്ള 2 ഏക്കർ പൊതുസ്ഥാപനത്തിന് കൊടുക്കുക. അതുപോലെ ഇന്നിപ്പോൾ ഇരിക്കുന്ന നമ്മുടെ ഷുഗറിൻ്റെ അവിടെ ആ വലിയ മാവ് നിൽക്കുന്നുണ്ട്. ആ മാവിൻ്റെ അവിടെ വലിയൊരു ഇരുമ്പുകളുണ്ട്. ഈ ഇരുമ്പുകളുടെ കൊണ്ടൊരു കസേര വെച്ച് ഏരിയയിലെ കൊണ്ടുവന്ന് ഇരുത്തി. അപ്പോൾ ഈ അച്ഛൻ കണ്ടക്ട് ചെയ്ത കീഴ്പ്രകാശം എന്ന് പറഞ്ഞാൽ അന്ന് PSLC പിന്നെ മതി അധ്യാപകരാണ്. 8ാം ക്ലാസ് പാസ്സാകുന്നു. 8ാം ക്ലാസ് പാസ്സായി ട്രെയിനിങ് കഴിഞ്ഞ പിന്നെ ഈ പിന്നെ കീഴ്പ്രകാശ അച്ഛൻ്റെ കൂടെ തന്നെയുണ്ട്.
അച്ഛൻ്റെ കൂടെ ബ്രദറുണ്ടായിരുന്നു. അപ്പോൾ 1ാം ക്ലാസ് തുടങ്ങാം. പിന്നെ അവിടെ ആ കസേരയിൽ എത്തിക്കൊണ്ട് തന്നെ അംഗീകാരം മേടിച്ച് 1ാം ക്ലാസ് വിശ്വാസ മാസമായി 1ാം ക്ലാസ് തുടങ്ങാമെന്ന് പറഞ്ഞ് അവിടെ പിന്നെ സ്കൂൾ കെട്ടിടത്തിന് അപ്പോൾ ഈ അപ്പൊ നിങ്ങളുടെ 75 ഏക്കറിൽ നിന്ന് 5 ഏക്കർ സ്ഥലമാണ് അവർക്ക് കൊടുത്തത്. 75 ഏക്കറിൽ നിന്ന് 5 ഏക്കർ വെളി കൊടുക്കാമെന്ന് പറഞ്ഞു. മറ്റവരെ 75 ഏക്കർ അവരുടെ കച്ചവടം ചെയ്തത് അവരുടെ 5 ഏക്കർ കൊടുക്കാമെന്ന് പറഞ്ഞു. ഇത് മാറിപ്പോയതെന്ന് വെച്ചാൽ അവർ വന്ന സർവീസ് അവരുടെ 5 ഏക്കർ സ്ഥലം അവിടെ അളന്ന് വെച്ചിട്ടു. ഞങ്ങൾ ഈ കേസ് ഫയൽ ചെയ്തുകൊണ്ട് ഇയാൾ ഇഞ്ചക്ഷൻ ഉണ്ടാക്കിയതുകൊണ്ട് പിന്നെ ഒന്നും വേണ്ട അവസ്ഥ വന്നു. ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇയാൾ കേസ് തോറ്റു പോവുകയും ചെയ്തു. കേസ് തോറ്റ് കഴിഞ്ഞിട്ട് പിന്നെ മംഗലാപുരം പോയി. അത് അതിൻ്റെ പുറകെ ഓരോ കാലത്ത് കാരണന്മാരുടെ ഓരോ പിന്നെ രീതിയാണല്ലോ. ആ കേസിൻ്റെ പുറകെ പോയി ഒരു പിന്നെ കാഞ്ഞങ്ങാട് കേസ് കാഞ്ഞങ്ങാടിൽ നിന്ന് തോറ്റു പോയി. പിന്നെ അപ്പീലിന് പോകണം. മംഗലാപുരം പോകണം. മംഗലാപുരം അപ്പീലിന് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ബാലകൃഷ്ണൻ്റെ ഒരു പിന്നെ നല്ല മനുഷ്യനാണ്. ഈ കോട്ടായ കുഞ്ഞിനാഥൻ്റെ പോലെയുണ്ട് ഈ ബാലകൃഷ്ണൻ്റെ. അതും ഈ പിന്നെ ഏത്താമണി ബീത്താമണി എന്ന് പറയുന്ന ഇവർക്ക് 4 പിന്നെ ആങ്ങളമാർ കൂടി ഒരൊറ്റ പെങ്ങളുണ്ടായിരുന്നു ഈ ബാലകൃഷ്ണൻ്റെ അമ്മ. അപ്പോൾ പിന്നെ അവർക്ക് ഈ മരുമക്കത്തായ കൊടുക്കണമല്ലോ. മരുമക്കത്തായ തന്നെ പിന്നെ അവകാശപ്പെട്ടപ്പോഴത്തേക്ക് അവരുടെ പേർക്കും കേസാക്കി. ഈ കുഞ്ഞിനാഥൻ്റെ അപ്പൻ ബാലകൃഷ്ണ ഈ കമ്പ്യൂട്ടർ കൂടെ താമസിച്ചോണ്ടിരുന്നിട്ട് ഈ ചീമേനി പാടഞ്ഞപ്പുറം പുള്ളി 101 പറമ്പുള്ളിയോടുകൂടിയാണ് പിന്നെ ഈ കോടതി പോയിക്കൊണ്ടിരുന്നത്. അവർക്ക് അന്നത്തെ കൃഷി രീതി എന്തായിരുന്നു? അന്നത്തെ ഇവിടുത്തെ കൃഷി പഴമ്പത്തിയുടെ നെൽകൃഷി നടത്തും. നെൽകൃഷി നടത്തിയാൽ പിന്നെ ആ വരുമാനമുള്ളതാണ്. ഈ കപ്പ പിന്നെ പിറ്റാക്കൊല്ലം കപ്പ തുടങ്ങി പിന്നെ നെൽകൃഷി അവിടെ അന്നത്തെ കാലത്ത് ഈ നെൽകൃഷി നടത്താനായിട്ട് ഈ പിന്നെ ആരുടെ കാടായ ആരും അഭ്യാസമല്ല അനുവാദം മേടിക്കാനൊന്നും പോകണ്ട. അന്ന് ഒരു രീതിയാണ്. അതായത് കന്നിമാസത്തിലാണല്ലോ കൊയ്ത്തത്. കന്നിമാസം കൊയ്ത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തുലാമാസം 10-ാം തീയതി നമ്മൾ ഉദ്ദേശിച്ചത് നടന്നത്. ഇപ്പോൾ ഇവിടുന്ന് പിന്നെ ഇപ്പോഴും പടവിൽ പോയി ആ ഭാഗത്താണ് കഴിയുക. അടുത്ത വരം പരമത്താൻ കഴിയുക. പിന്നെ കാട്ടിൽ കയറിയിട്ട് പിന്നെ നമ്മൾ പരമത്താൻ ഉദ്ദേശിക്കുന്നതിൻ്റെ ചുറ്റും പിന്നെ 2 ഇരുകോളിൻ്റെ നാട്ടേക്ക് കമ്പും പിഴമ്പും കടി വെച്ച് 2 ഇരുകോളിൻ്റെ ചപ്പം തൂക്കിയിട്ട് പിന്നെ നടുക്കൊരു കല്ലിൽ തൂക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ ആരും കൂടെ പറ്റിയില്ല. അവിടെ നടത്തി പിന്നെ ഈ കൊച്ചിൻ്റെ കാലമാകുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ നമ്പ്യാർ വരുന്നത് പാലന ചെയ്യുക. അങ്ങനെയാണ് ആടുകാരും കൃഷി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ അത് ഈ നെൽകൃഷിയുടെ കൂട്ടത്തിൽ പിന്നെ വിത്ത് വിതയ്ക്കുമ്പോഴത്തേക്കും തുമരയിടും. തുമര വിതയ്ക്കും. തുമര ഈ കൊയ്ത്ത് കഴിഞ്ഞ് കന്നിമാസത്തിൽ പിന്നെ കൊയ്ത്ത് കഴിഞ്ഞിട്ട് തുലാം വൃശ്ചിക മാസമാകുമ്പോഴേ തുമര പോകാൻ തുടങ്ങും. അപ്പോൾ ഒരു മകരമാസമാകുമ്പോഴത്തേക്കും പിന്നെ തുമര കൊത്താറാകും. കൊത്ത് കഴിഞ്ഞാലൊന്നും ഈ പയ്യന്നൂരിൻ്റെ മുച്ചിലോട്ടമ്പലത്തിലെ ഉത്സവം വന്നു കഴിഞ്ഞാൽ ഉത്സവമുള്ള വർഷം നല്ല വില കിട്ടും തുമരയ്ക്ക്. അങ്ങനെ അതും വലിയ വരുമാനമായിരുന്നു. അല്ല അന്നത്തെ ഭക്ഷണ രീതി ഭക്ഷണ രീതി അത് പിന്നെ ഈ പറയുന്ന പിന്നെ ഇതിൻ്റെ ഈ പുറപ്പെട്ട് നടത്തുന്നതിൻ്റെ അരിയിൽ കൂടെ ഈ ചുറ്റുപൊടി ഇട്ടും പിന്നെ പൗഡറിൽ കൂടെ പിന്നെ കുറുമ്പുള്ളിടും. മറ്റേ മുത്താറിയിട്ട് എഴുതുന്നാൽ അതൊരു പിന്നെ ഇതിനും കർക്കിടമാസമാകുമ്പോഴത്തേക്കും തന്നെ ഇത് ആദ്യത്തെ വിളവാകും. അത് പച്ചയ്ക്ക് പിന്നെ കൊണ്ടുവന്ന് പച്ചയ്ക്ക് തിരിച്ച് പിന്നെ കുട്ടാക്കും. പിന്നെ ഉണങ്ങിപ്പൊടിച്ച് കുട്ടാക്കും. അതൊരു വലിയൊരു ആഹാരമാണ്. പിന്നെ മതിയാലും ചോറാണ്, പരിഭക്ഷണമാണ്. അപ്പം അങ്ങനെ ഈ ബാലകൃഷ്ണൻ്റെ ഇടയ്ക്ക് വന്നെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് അവർ ജയിച്ചത് എങ്ങനെയാണെന്ന് എഴുതുന്നത്
ഇയാൾ വലിയ ബാലകൃഷ്ണനല്ലേ, ബാലകൃഷ്ണൻ കോടതിയിൽ വെച്ചിട്ട് എഴുതുന്നാൽ പിന്നെ അന്ന് ഇവരുടെ വക്കീൽ പറഞ്ഞു, ബാലകൃഷ്ണൻ നേരെയൊക്കെ ഈ പരിമക്കസായത്തിൻ്റെ അവരുടെ വക്കീൽ പറഞ്ഞു, ഇന്ന് ബാലകൃഷ്ണൻ കോടതിയിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരിമക്കസായി കിട്ടിയായിരുന്നു എന്നാണ് ഈ ശിവനിപ്പാടെ അങ്ങോട്ട് പോയതാണ്. ചരിത്രമാണ്. ആ മനുഷ്യനെ ഇവിടെ വന്ന ചാച്ചൻ്റെ വൈദ്യനൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ അയ്യത്തിൽ അവിടെ താമസിച്ചിട്ടുണ്ട്. ഒരു പൊതുവാട്, ഈ പൊതുവാട് ഇവിടെ വന്നിരുന്നു. ചാച്ചനോട് ഞാൻ വർത്താനം പറയുമ്പോൾ വൈദ്യനെ ഞാൻ പിന്നെ മനുഷ്യനെ വന്ന് ഞാൻ ഇതുവരെ കൊന്നിട്ടില്ല, ഒരു പിന്നെ മൃഗത്തിനെ കൊന്നിട്ടുണ്ട്. എന്നാ കാര്യം അറിയാമോ? ഇയാൾ പിന്നെ ഈ കാശാവിൻ്റെ ചെടിയാണല്ലോ ഈ പാലത്തൂടെ ഉള്ളത്. കശാക്കുറ്റിക്ക് മറഞ്ഞിരുന്നിട്ട് പശുവിനുണ്ടാകുന്ന കയ്യെല്ലാം തേച്ച് ചുവപ്പും കൊണ്ട് ഇരുന്നിട്ട് ഈ പറയുന്ന അമ്പലിയോട് പോയ ഈ ബാലകൃഷ്ണനെ ഒറ്റ വഴി മനസ്സിലുള്ളൂ. കോടതി രാജനായില്ല. അങ്ങനെയാണ് ഇവർക്ക് പരിവർത്തനായി കിട്ടുന്നത്. അപ്പോൾ പുള്ളി ഇടപെട്ടേച്ച് പറഞ്ഞു, പിന്നെ അമ്മാവ അവരെ കുടിയിറക്കി വിടരുത്, അവർ കുടിയിറക്കി വിട്ട് കഴിഞ്ഞാൽ അവരേക്ക് ഇങ്ങോട്ടാണ് പോകുന്നത്, അവർക്ക് നാട്ടിലേക്ക് പോകാൻ പറ്റും. അതുകൊണ്ട് ഒരു കാര്യം അവർക്ക് കൈവശമുള്ള ഭൂമി ബാക്കിയുടെ ശിക്ഷ ഓർഡറാക്കിയല്ലോ. അപ്പോൾ അവരോട് അന്ന് പണിപ്പറ്റിയ കൈവശമുള്ള ഭൂമി പിന്നെ മാത്രമേ ഉള്ളൂ. പിന്നെ ആ കൈവശമുള്ള ഭൂമി അടർത്തിരിച്ച് അത് വീണ്ടും 50 രൂപ പ്രകാരം മനുഷ്യൻ ഞാൻ വാങ്ങിത്തരാം, അവർക്ക് പ്രകടനം കൊടുക്കണം. അങ്ങനെയാണ് ഞങ്ങൾക്ക് ഈ കൈവശമുള്ള ഭൂമി കിട്ടുന്നത്. അപ്പോൾ അത് വളരെ കൈവശമുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഒരു 6 ഏക്കറുണ്ടായിരുന്നു, പിന്നെ 7 ഏക്കർ, പിന്നെ മാസത്തേക്ക് ഒരു 6 ഏക്കർ, വലിയവർക്ക് ഒരു 5 ഏക്കർ, അങ്ങനെ പിന്നെ ചെറിയവാടിയപ്പുറം കോട്ടപ്പുറത്ത് പിന്നെ മണ്ണാർക്കാർക്കൊക്കെ 1 ഏക്കർ 2 ഏക്കറൊക്കെ അന്ന് കൈവശമുണ്ടായിരുന്ന മാസം പറഞ്ഞിട്ട്. അപ്പോൾ പള്ളി എപ്പോഴാണ് പള്ളി? അവിടുന്ന് പിന്നെ ഇങ്ങനെയായി 1951 പിന്നെ സ്കൂൾ ആരംഭിക്കുന്നത്. പിന്നെ LP സ്കൂൾ 1951 ആരംഭിച്ചപ്പോൾ അന്നും ഒരു അധ്യാപകരെയൊന്നും കിട്ടാറില്ല. അപ്പോൾ നമ്മുടെ ചാചനെയും വൈദ്യനൊക്കെ ആയതുകൊണ്ട് നാട്ടിൽ നിന്ന് സംസ്കൃതം പഠിപ്പിക്കാൻ വേണ്ടി സംസ്കൃത സ്കൂളിൽ വെച്ച് ശാസ്ത്രീയ പരീക്ഷ പാസ്സായി കഴിഞ്ഞാൽ പോകുന്നത്. പിന്നെ അവിടെ വെച്ച് പഠിപ്പിക്കണമെന്നുണ്ടായിരുന്നു. പുള്ളിക്കാരൻ നിൽക്കുകയാണ് ഈ പോകുന്നു. അപ്പോൾ ഈ ജെറോമിന് ഇടപെട്ട് പുള്ളി പിന്നെ കൺട്രക്റ്റായിട്ട് പഠിപ്പിക്കാൻ കാരണം പിന്നെ എന്ന് പറയുന്നത് കൺട്രക്റ്റായിട്ട് അന്ന് ഈ മാങ്കോട്ടിൽ ഒരു മേൽ ടീച്ചറുണ്ടായിരുന്നു. അപ്പോൾ മേലെന്ന് പറഞ്ഞിട്ട് പുരോഗമിക്കുന്നുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും പിന്നെ 52 പിന്നെ അഡ്വൈറ്റായിട്ട് സ്കൂളിൽ കയറി. സ്കൂളിൽ കയറി 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛനായിരുന്നു. പിന്നെ അച്ഛനെ തലശ്ശേരി വേസ്റ്റ് സ്കൂളിൽ പിന്നെ ട്രെയിനിങ്ങിന് പിന്നെ ഓർഡറായി അപ്ലൈ ചെയ്ത്. അപ്പോൾ അതിൻ്റെ കേസ് കളിച്ച് പോയിട്ട് അപ്പോൾ നിലയിലിൻ്റെ അച്ഛൻ്റെ അടുത്ത് കണ്ടിട്ട് ഞാൻ ഈ കേസിന് പോകുന്നു. അപ്പോൾ പിന്നെ അച്ഛനോട് നാളെ പറഞ്ഞിട്ട് വർക്കുകൾ പിന്നെ നിലയിലിൻ്റെ അല്ല, നിലയിലിൻ്റെ എന്ന് കഴിഞ്ഞാൽ അച്ഛൻ്റെ കയ്യിൽ കാശെടുത്ത് കൊടുത്ത് വേഗം പോയി നാളെ പിന്നെ തലശ്ശേരി പോയി പിന്നെ ട്രെയിനിങ്ങിന് പിന്നെ ജോലി ചെയ്തിട്ട് പോരാൻ പറഞ്ഞാൽ വിട്ടു. അപ്പോൾ അപ്പോഴും ഈ പറയുന്ന നിസ്സാരമായ പിന്നെ ശമ്പളമേ തോന്നുന്നു. 62 രൂപ 65 രൂപ ഒക്കെ പിന്നെ ശമ്പളമുണ്ട്. ഈ സ്വാതന്ത്ര്യശേഷമാണ് പിന്നെ സർട്ടിഫിക്കറ്റ് ഒന്ന് മദ്രാസ് ഗവൺമെൻറ് കാലമാണല്ലോ. മദ്രാസിന് അയച്ചു കൊടുത്തിട്ട് സാധനമായി വന്നിട്ടായിരുന്നു. അവസാനം ട്രെയിനിങ്ങിന് പോയി ചേർന്ന് കഴിഞ്ഞാൽ അത് സർട്ടിഫിക്കറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മതിയാക്കി പോരാമെന്ന് പറഞ്ഞാൽ പറഞ്ഞു കൊടുക്കും. അവിടെ ചെന്ന് പിന്നെ 4 മാസം ട്രെയിനിങ് കഴിഞ്ഞപ്പോഴത്തേക്കും സർട്ടിഫിക്കറ്റ് പാസ്സായി വന്ന് ESL സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതായത് അധ്യാപകരാണ്. ഈ പള്ളിയും എപ്പോഴാണ് വന്നത്? പള്ളി വരുന്നത് അപ്പോൾ അങ്ങനെ സ്കൂളായി. സ്കൂളിന് വലിയ കെട്ടിടം പിന്നെ അവിടെ പിന്നെ ഈ ചെറ്റമുണ്ട്. അതൊക്കെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഓടച്ചറ്റം പറഞ്ഞിട്ട് പിന്നെ ഇപ്പോഴത്തെ ഭിത്തിക്ക് പകരം ഓടച്ചറ്റയാണ് മഴ വെച്ച് റൂം തിരിക്കുന്നത്. റൂം തിരിച്ച് വലിയ ഷെഡായിട്ട് പണിയും. അപ്പോൾ ഈ ഷെഡിലാണ് അച്ഛൻ വന്ന കുർബാന എഴുതിക്കൊണ്ടിരുന്നത്. അങ്ങനെ കുർബാന എഴുതിക്കൊണ്ടിരുന്ന അച്ഛന് പിന്നെ ഈ ഞങ്ങളുടെ ഈ തലശ്ശേരി വരുന്നത് 53-ലാണ്.
അത് പിന്നെ ഈ പുഴയാണ് കണ്ണൂർ ജില്ലയാണ്, ഇത് കാസർഗോഡ് ജില്ലയാണ്. അപ്പോൾ അന്ന് ഇവിടുത്തെ പേര് പറയുക സൗത്തുകാർക്കാരെന്നാണ്, മലബാറും സൗത്തുകാർക്കാരെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഈ കാസർഗോഡ് ജില്ല പിന്നെ കിട്ടിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കേരളത്തിലെ ഒന്നാം തെല്ലറ കന്യാകുമാരിയുടെ പിന്നെ ഒരു ജില്ല മദ്രാസ് ഗവൺമെൻറ് വിട്ടുകൊടുത്തിട്ടാണ് ഇത് പകരം കിട്ടുന്നത്. അങ്ങനെയാണ് ഐകേരളായത്. ഐകേരളായി ആ ഒരു കാലഘട്ടവും അന്നത്തെ കാലവും ഇന്നത്തെ കാലം തമ്മിലുള്ള ഒരു വ്യത്യാസം. അന്നത്തെ കാലം ഇന്നത്തെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വ്യത്യാസം നമുക്ക് നിർണ്ണയിക്കാൻ പറ്റിയല്ല. അന്നത്തെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങൾക്കും അത് പണത്തിന് മൂല്യമുണ്ട്. ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും കൃത്യതയുണ്ട്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ കോടികളുടെ പിന്നെ വരുമാനമല്ലേ പറയാനുള്ളൂ, അതുപോലെ പ്രവർത്തനം നടക്കുന്നുണ്ട്. അന്നെന്ന് പറഞ്ഞാൽ ഒരു സാധാരണ പിള്ളേരുടെ കയ്യിൽ ഒഴിവാനോട്ട് കാണുകയില്ല. ഈ 25 പൈസ, 50 പൈസ, 10 പൈസയൊക്കെയാണ് കൊട്ടായി മേടിച്ചത്. ഇന്ന് ഒരു പിള്ളേരുടെ കയ്യിൽ 500 രൂപ കുറഞ്ഞ നോട്ടുണ്ടോ? കാർഡിൻ്റെ വ്യത്യാസം അതാണ്. അപ്പം ആ പണത്തിന് മൂല്യമുള്ളതായി പോയി. ഇവിടെ പിന്നെ ഈ ജനസംഖ്യ 53 വന്നു കഴിഞ്ഞ് പിന്നെ 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് മംഗളാപുരം പോകുന്നവർ പിന്നെ ഇവിടെ തലശ്ശേരിക്ക് വിട്ടു കൊടുക്കുന്നത്. തലശ്ശേരിക്ക് വിട്ടു കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ആദ്യത്തെ വികാരിയായിട്ട് അങ്ങനെ പാലാവിൻ്റെ വികാരി വരുന്നത് മണ്ണുരാമ്പറമ്പഴത്തിനാണ് ഇവിടെ പിന്നെ വന്ന് വികാരിയായിട്ട് പിന്നെ ശ്രവണം ചെയ്ത്. അന്നത്തേക്കും പിന്നെ ഈ 57 പറയുമ്പോഴത്തേക്കും പിന്നെ ഒരു 10-150 റോഡുമായി. പിന്നെ ഇത് പറഞ്ഞാൽ 51 മുതലോട്ട് ആണ്ടുകാലവും 10, 20, 30 പിന്നെ കുടുംബങ്ങളുടെ കുടിയേറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് പള്ളി ഉണ്ടാകുന്നത് പിന്നെ ഈ കുടുംബത്തേക്കുള്ള പള്ളി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലത്ത് പിന്നെ LP സ്കൂൾ UP സ്കൂളായി മാറി. കാരണം 57 EMS ഭരിച്ചുകൊണ്ടിരുന്നത്. EMS ഭരിച്ചുകൊണ്ടിരുന്നത് തിരുവനന്തപുരത്ത് പോയി അവിടെ നിന്ന് EMSനെ കണ്ട് അനുവാദം മേടിച്ച് വന്ന് 57 പിന്നെ UP സ്കൂളാക്കുന്നത്. അത് കഴിഞ്ഞ് 64 എല്ലാം പിന്നെ സ്കൂളിൻ്റെ വളർച്ചയാണ്. 64 വരെ ഹൈസ്കൂളായി. അത് മുന്നേ പെരുമ്പറ്റിരിക്കുമ്പോഴേ ഹൈസ്കൂളാകുന്നത്. പിന്നെ 65 കഴിഞ്ഞിട്ട് 67 ഈ കാഞ്ഞങ്ങാട് ഉദാഹരണം എന്ന് പറഞ്ഞിട്ട് അച്ഛനോട് വികാരിയായിട്ട് വരുന്നത്. അച്ഛനോട് വന്ന പാടെയാണ് പിന്നെ അപ്പം പള്ളി പണിയാൻ വേണ്ടിയാണ് അച്ഛനെ കൊണ്ടുവിടുന്നത്. പള്ളി പണിയാൻ വേണ്ടി വന്ന അച്ഛനോട് വന്ന് ആ വർഷം തന്നെയാണ് നമ്മുടെ കാക്കനോട് അവൻ്റെ സമരം അച്ഛനായിട്ടെടുത്ത് പിന്നെ അദ്ദേഹത്തിന് പിന്നെ സത്യാഗ്രഹിക്കാനും പോകാനും പോയി. അവസാനം പെണ്ണുപരിശോധനയ്ക്ക് 2 കൊല്ലം അങ്ങനെ പോയി. പെണ്ണുപരിശോധനയ്ക്ക് നമ്മളെ 100 പിന്നെ മേലാപുരം പഞ്ചായത്തിന് 100 പോകാനാണെന്ന് പിന്നെ പെൺപരിശോധനയ്ക്കൊക്കെ പിന്നെ സ്റ്റാഫുണ്ടായി. സമരത്തിന് പോയി. അത് എവിടെ പോയായിരുന്നു? അപ്പോൾ അവിടുന്ന് പിന്നെ അച്ഛനവിടെ ഇരിക്കുമ്പോൾ തന്നെ പിന്നെ പള്ളിപണിയൊക്കെ ആരംഭിച്ച് പിന്നെ 84 പള്ളി കെട്ടിയിരിക്കുന്നത്. കാഞ്ഞങ്ങാട് പ്രദേശമാണ് പള്ളി പണിക്കുന്നത്. പള്ളി കെട്ടിട്ട് പോയി. അങ്ങനെ പിന്നെ ആളുകൾ ഇപ്പം പറയുകയാണെങ്കിൽ പാലാവയിലെ കുടിയേറ്റത്തിൻ്റെ ഇപ്പം പറയുകയാണെങ്കിൽ പിന്നെ പാലാവയിൽ തന്നെ പിന്നെ ഇടവക തിരിഞ്ഞ് തയ്യേരി പള്ളിക്ക് പോയി, കാവുന്നറ പള്ളിക്ക് പോയി. പിന്നെ ഒരിടവക തന്നെ പിന്നെ ഇവിടുന്ന് തിരിഞ്ഞ് പോയി ചാവറ കിട്ടി. എന്നിട്ടും ഇപ്പം 800 ഇടവക്കാരുണ്ട്. അപ്പോൾ ഞങ്ങളോട് ഇപ്പം പോളേട്ടൻ നമുക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. കുടിയേറ്റ ചരിത്രം, കാരണം പുതിയ ആളുകൾക്കത് മനസ്സിലായി വരുന്നതേ ഉള്ളൂ. കാരണം പഴയകാല ചരിത്രമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവവും കുടിയേറി നാട്ടിൽ വന്നതും
ജന്മിത്ത കാലഘട്ടത്തിലുണ്ടായ ദുരനുഭവങ്ങളൊക്കെ അദ്ദേഹം നമ്മളോട് പങ്കുവച്ചു. അദ്ദേഹത്തിന് നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം നേരാം.